കുറേ വർഷങ്ങളായിട്ട് ഇതെല്ലാം ഉപയോഗിക്കാണ്ട് കിടക്കുന്ന ഒരു സ്ഥാപനമായി മാറി. അത് വിവിധ കാരണങ്ങളുണ്ട്. അത് കാരണമായിരുന്നു ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് ഒരു മീറ്റിംഗ് വിളിച്ചു കൂടിയിട്ട് അദ്ദേഹം പറഞ്ഞത്, സാർ പഞ്ചായത്തിന് പരിമിതികളുണ്ട്. പ്രിയങ്കരനായ മന്ത്രി ഓൺലൈനിൽ ഒരു ഉദ്ഘാടനം നടത്തും, 4 മണിക്ക് തന്നെ എത്തുകയും ചെയ്തു. MLA അതുപോലെ കാരണം നമ്മളത് ഉദ്ഘാടനം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൈനീരിക്കാനാൻ പാടില്ല, അത് വളരെ നല്ല രീതിയിലായിരിക്കണം എന്ന് ചിന്തിച്ചൊരു ചോദ്യം കറക്റ്റാണ്. പക്ഷേ ഏറ്റവും അധികം 2 വെള്ളപ്പൊക്കം നമ്മളെ തകർത്തപ്പോൾ പൊക്കമാണ് അതിനൊക്കെ നമ്മളെ പിന്തിരിപ്പിച്ചെന്നാൽ കോവിഡ് പ്രോട്ടോകോൾ തടസ്സമായിരുന്നൊരു കാലം ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകുന്നത് ആലോചിക്കാൻ പോലും പറ്റാത്ത. നമ്മൾ ഈ അഡ്വഞ്ചർ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾക്ക് 2 വർഷം മുമ്പേ ക്രമീകരിച്ചെങ്കിൽ തന്നെ ഇതിനൊക്കെ ഒരു മുഖവരിയായ ഒരു പൂർണ്ണതയിലെത്തിക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഈ സ്ഥലങ്ങളാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിച്ച മാതിരി ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയേറെ ലോകത്തിലെ തന്നെ ഒരു വലിയ ചാലക ശക്തിയായിട്ട് മാറാൻ കേരളത്തിൽ സാധിക്കുമെന്ന് സംശയം പറയാൻ പറ്റും. നേരത്തെ ഇവിടെ ചർച്ച കണക്കുകളൊക്കെ ഒരുമിച്ചു